ജ്യോതി അവിടെ നിന്നും പോയി. ഇതേ സമയം നയന മുകളിൽ നിന്ന് താഴേക്ക് വന്നു. ആ രത്നം അന്വേഷിച്ചു. നയന സ്വയമേ പറഞ്ഞു, ഈ രത്നം ഇവിടെയാണല്ലോ ഞാൻ കണ്ടത്. ഇപ്പം എവിടെ കാണുന്നില്ലല്ലോ. ഇനി സ്വർണ്ണം എടുത്ത് കാണുമോ? അവളെടുത്ത് കാണും. ആ രത്നം നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച് കാണും. നയന അങ്ങനെ കരുതി. എന്നിട്ട് തിരികെ പൗർണമിപുരത്തിലേക്ക് തന്നെ പോയി. രാവിലെ പൗർണമിപുരത്തിൽ എല്ലാവരും ഹാളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജ്യോതി പതിവ് പോലെ അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. യമുന പറഞ്ഞു, മോളെ, നിനക്ക് ഞാനൊരു സാരി റൂമിൽ വെച്ചിട്ടുണ്ട്, അതെടുത്തു വാ, നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം. ശരി അമ്മേ, ഞാൻ ഇപ്പം തന്നെ വരാം. അപ്പോൾ ഹാളിലിരുന്ന് ഒരാൾ പറഞ്ഞു, ജ്യോതി മുകളിലോട്ട് പോയിട്ടുണ്ട്. അവൾ താഴേക്ക് വരുമ്പോൾ ഒരു സർപ്രൈസ് തന്നെ കൊടുക്കണം. നിങ്ങൾ ആ കേക്ക് എടുത്ത് വെച്ചേക്കും. അല്പസമയം കഴിഞ്ഞപ്പോൾ ജ്യോതി വന്നു. അതെ, ജ്യോതി വരുന്നുണ്ട്, വാ വാ. ഹാപ്പി ബർത്ത്ഡേ ജ്യോതി, ഹാപ്പി ബർത്ത്ഡേ ജ്യോതി. ജ്യോതിക്ക് അതൊരു വലിയ സർപ്രൈസ് ആയിരുന്നു. ആ അമ്മേ, എന്തൊക്കെയാണിത്? ഞാൻ എൻ്റെ ബർത്ത്ഡേ തന്നെ മറന്നുപോയി. നീ 24 വർഷങ്ങളായിട്ട് ഈ വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നില്ലേ? അപ്പോൾ ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്തു തരണ്ടേ നിനക്ക്? താങ്ക് യു അമ്മേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. വാ, കേക്ക് മുറിക്കാം. കേക്കൊക്കെ ഉണ്ടോ? പിന്നെ കേക്കൊക്കെ ഇല്ലാതെ. ജ്യോതി കേക്ക് മുറിച്ചു. അപ്പോൾ അവിടേക്ക് നയന വന്നു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ജ്യോതി. താങ്ക് യു നയന മാഡം. അപ്പോൾ യമുന പറഞ്ഞു, മോളെ ജ്യോതി, നമുക്കൊന്ന് അമ്പലത്തിൽ വരെ പോയിട്ട് വരാം. ശരി അമ്മേ, ഞാനൊന്ന് മുത്തശ്ശിയോടടുത്ത് പറഞ്ഞിട്ട് വരാവേ. ശരി മോളെ, പോയിട്ട് വാ. മുത്തശ്ശി, ഞാനും യമുനയമ്മയും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ്. മുത്തശ്ശി വരുന്നുണ്ടോ? ഇല്ല മോളെ, മോൾ പോയിട്ട് വാ. ആണോ? ശരി എന്നാൽ. മുത്തശ്ശിയുടെ മരുന്ന് ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്, മറക്കാതെ കഴിക്കണേ. ശരി മോളെ, പോയിട്ട് വാ. കുറച്ചു കഴിഞ്ഞപ്പോൾ നയന ഗുരുദേവനെയും സ്വർണേനെയും കാണുവാനായി വനത്തിനടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്നു. നയനെ, നീ ആ രത്നം അവിടെ നിന്ന് എടുത്തില്ലേ? ഞാനോ? നീ എടുത്തില്ലേ? ഇല്ല നയനെ, ഞാൻ എടുത്തില്ല. നീ എടുക്കുമെന്ന് കരുതി, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയി. ഞാൻ താഴേക്ക് വരുമ്പോൾ ആ രത്നം അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കരുതി നീ എടുത്ത് സൂക്ഷിച്ചു കാണുമെന്ന്. ഇല്ല നയനെ, ഞാൻ എടുത്തില്ല. നീ എടുക്കുമെന്ന് കരുതി, അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് തന്നെ അവിടെ നിന്ന് പോയി. അപ്പോൾ ആ രത്നം ആരെടുത്ത് കാണും? നയനെ, നമുക്കത് പിന്നെ നോക്കാം. നിന്നെ ഗുരുദേവൻ അന്വേഷിക്കുന്നുണ്ട്. ആണോ? എന്നാൽ ഞാൻ പോയിന്ന് നോക്കട്ടെ. ശരി, നീ ഒന്ന് പോയിട്ടോ. പ്രണാമം ഗുരുദേവ. സ്വർണ്ണ പറഞ്ഞു ഗുരുദേവൻ എന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന്. മോളെ, ഞാൻ മോളെ അന്വേഷിക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയുമോ? ഇല്ല ഗുരുദേവ, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണ്? ഇന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇളയ സഹോദരിയുടെ പിറന്നാളാണ്. 24 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ആ സഹോദരി. അതെയോ? അന്ന് അമ്മയും അച്ഛനും മരണപ്പെട്ടതിന് ശേഷം കാണാതായതാ എൻ്റെയും നന്ദിനിയുടെയും ഇളയ സഹോദരി. എൻ്റെയും നന്ദിനിയുടെയും പ്രതികാരം പൂർത്തിയാക്കിയതിന് ശേഷം എൻ്റെ ഇളയ സഹോദരിയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇത് സത്യം. കാണൂ വാസുകിയിൽ. വർഷങ്ങളായി അടച്ചു വച്ചിരുന്ന ആ അറയിലെ രഹസ്യം എന്തായിരിക്കും? ത്രസിപ്പിക്കുന്ന എപ്പിസോഡുകളിലേക്ക് വാസുകി നാളെ രാത്രി 9 മണിക്ക് SHD സ്റ്റുഡിയോസിൽ. മറക്കാതെ കാണുക.